الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ഈ ലോകത്ത് നിയന്ത്രിക്കുന്ന, പരിപാലിക്കുന്ന, നാളെ വിചാരണാ നിലയത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമേ എന്നോട് തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യരെല്ലാവരും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏൽക്കുന്നവനാണ്. ഉത്തരവാദിത്തങ്ങളെ ഭാരങ്ങളായിട്ടാണ് നമ്മൾ പരിചയപ്പെടുത്താറുള്ളത്. എന്നാൽ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവൻ വഹിക്കുന്ന ഏറ്റവും വലിയ ഭാരം അവൻ ചെയ്ത പാപങ്ങളാണ്. പാപഭാരത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരാളാണ് നാളെ ഖൽബുൻ സലീമായി അല്ലാഹുവിൻ്റെ മുന്നിലെത്തി സ്വർഗത്തിലേക്ക് രക്ഷപ്പെട്ട ഒരാളായി, പ്രവേശിപ്പിക്കപ്പെട്ട ഒരാളായി മാറുക. പാപഭാരത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം ഒന്ന്, മുഖ്യ ശത്രുവിനാകുന്ന പിശാചിൽ നിന്നും രക്ഷപ്പെട്ട് പാപങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ആളുകൾ. രണ്ട്, ധാരാളമായി പുണ്യങ്ങൾ പ്രവർത്തിച്ച് ഉള്ള വന്നുപോയ പാപങ്ങളെ മായ്ക്കപ്പെടുന്ന ആളുകൾ. മൂന്ന്, തൻ്റെ പാപത്തെ കണ്ടറിയുകയും പാപത്തിൻ്റെ ആഴം മനസ്സിലാക്കുകയും ആ പാപത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നൊരു വിചാരമുണ്ടാകുകയും വികാരമുണ്ടാവുകയും ഖേദമുണ്ടാവുകയും റബ്ബുൽ ഇസ്സത്തിനോട് ആ പാപത്തിൻ്റെ കാര്യത്തിൽ വളരെ ഖേദത്തോടുകൂടി പാപമോചനം നടത്തുകയും ചെയ്യുക എന്നത് ആണ് മൂന്നാമത്തെ കാര്യം. ഇത് നിർബന്ധമാക്കപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ചെയ്ത ഓരോ പാപങ്ങളും എണ്ണിപ്പറഞ്ഞ് പാപമോചനം തേടിയിട്ടില്ലെങ്കിൽ അതവിടെ നിലനിന്നാൽ അതിൻ്റെ തിന്മ, അതിൻ്റെ ശിക്ഷ ആസ്വദിക്കാതെ ഒരിക്കലും സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. തെറ്റുകൾ ചെയ്യുക എന്നത് മനുഷ്യ പ്രകൃതിയാണ്. തെറ്റിലേക്ക് നയിക്കുന്ന പല സാഹചര്യങ്ങളും മനുഷ്യരുടെ മുമ്പിലുണ്ട്. ഈ പരീക്ഷണമെന്ന് പറഞ്ഞാൽ തന്നെ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ മനുഷ്യരെത്രത്തോളം സാധിക്കുന്നുണ്ട് എന്നത് വലിയൊരു പരീക്ഷണമാണ്. മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന പിശാച് മനുഷ്യരുടെ കൂടെയുണ്ടെന്ന വിചാരം ഓരോ മനുഷ്യനും അത്യാവശ്യമാണ്. പാപങ്ങൾ സംഭവിച്ച മനുഷ്യർക്ക് ആ പാപങ്ങൾ കഴുകിക്കളയാനുള്ള മാർഗമാണ് തൗബ.
കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദം സന്തതികളിൽ മുഴുവൻ തെറ്റ് ചെയ്യുന്നവരാണ്, എന്നാൽ തെറ്റ് ചെയ്യുന്നവരിൽ ഉത്തമർ പശ്ചാത്തപിക്കുന്നവരും. നമ്മൾ ഈ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ മണിക്കൂറുകൾ പാപത്തെക്കുറിച്ച് ഓർത്ത് ഖേദിക്കാനും പാപമോചനം തേടാനും സമയം ചെലവഴിച്ചോ എന്നാലോചിക്കേണ്ടതുണ്ട്. ഇബ്നു ജൗസി റഹ്മഹുല്ലാഹ് പറഞ്ഞു, പാപങ്ങൾ പാപിയുടെ കഴുത്തിലെ ചെങ്ങലകളാണ്. പാപമോചനവും പശ്ചാത്താപവും കൊണ്ടല്ലാതെ അത് അഴിക്കുക സാധ്യമല്ല. നമ്മുടെ കഴുത്തിലൊക്കെ നമ്മുടെ പാപങ്ങൾ ചെങ്ങലകളായി തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഈ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പാപമോചന അനിവാര്യമാണ്. വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടുകയും ചെയ്യുക. നിശ്ചയമായും അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അള്ളാഹു തആല ഖുർആനിലൂടെ കൽപ്പിക്കുകയാണ് പാപമോചനം തേടുവാൻ. അള്ളാഹു തആല ഖുർആനിലൂടെ കൽപ്പിച്ച ഒരു കാര്യം നമുക്ക് ഫറലാക്കപ്പെട്ട ഒരു കാര്യമായി നമുക്ക് വിലയിരുത്താം. തൗബ ചെയ്യുന്നവരെ അള്ളാഹു പുകഴ്ത്തുന്നുണ്ട്. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുവിൻ. പിന്നെ നിശാന്ത്യവേളകളിൽ അഥവാ അവസാന അസ്ഹാറിൻ്റെ അത്താഴ സമയങ്ങളിൽ നിങ്ങൾ പാപമോചനം തേടുന്നവരാകണം എന്ന് ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പാപമോചനം തേടുക എന്നത് അല്ലാഹു നമ്മോട് കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ വസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. വല്ല നീചകൃത്യവും ചെയ്തു പോയാൽ അഥവാ സ്വന്തത്തോട് തന്നെ വല്ല ദ്രോഹവും ചെയ്തു പോയാൽ അള്ളാഹുവെ ഓർക്കുകയും തങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് തേടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പാപങ്ങൾ പൊറുക്കുവാൻ അല്ലാഹു അല്ലാതെ ആരാണുള്ളത്? ചെയ്തു പോയ ദുഷ്പ്രവൃത്തിയിൽ അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കാത്തവരുമാകുന്നു അവർ. സത്യവിശ്വാസികളെ കുറിച്ച് പറയുകയാണ്, പാപം ചെയ്താൽ അതിൽ ഖേദിക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ധാരാളമായി അല്ലാഹുവിനെ ഓർക്കുകയും ചെയ്യുക എന്നതാണ് പരിഹാരം. അമ്പിയാക്കളുടെ പ്രകൃതം അത് എടുത്തു പറയുന്നുണ്ട്. ആദം അലൈഹിസ്സലാം ആ പഴം തിന്നതിന് ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഖാലാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവർ രണ്ടാളും പറഞ്ഞു, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കരുണ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നിശ്ചയമായി ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയവരുടെ കൂട്ടത്തിൽപ്പെട്ടവരായി തീരുക തന്നെ ചെയ്യും. ഈ ഒരു വികാരമാണ് ഒരടിമ എന്ന നിലക്ക് നമുക്കും ഉണ്ടാകേണ്ടത്. ധാരാളം തെറ്റു ചെയ്ത പാപികളാണ് നമ്മളെന്നും ഈ പാപം അല്ലാഹു അല്ലാതെ പുറത്തു തരാനില്ലെന്നും വിചാരിക്കാനും ആ വികാരത്തോടുകൂടി മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം. വസ്തഗ്ഫിറൂ റബ്ബക്കും തുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബി റഹീമുൻ വദൂദ്. ശുഐബ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പാപമോചനം തേടുകയും പിന്നെ അവനിലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുകയും നിശ്ചയമായും എൻ്റെ റബ്ബ് കരുണാനിധിയും വളരെ താല്പര്യമുള്ളവനുമാകുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വളരെ താല്പര്യമുള്ളവനും കരുണാവാരിധിയുമായ റബ്ബിനോട് നിങ്ങൾ പശ്ചാത്തപിക്കണമെന്ന് ശുഐബ് നബി അലൈഹിസ്സലാം 90-ാമത്തെ ആയത്തിൽ ഖുർആൻ അത് പ്രസ്താവിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി പോലും അല്ലാഹു തആല പറഞ്ഞു, വസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ. അള്ളാഹുവിനോട് നീ പാപമോചനം തേടുകയും ചെയ്യുക, നിശ്ചയമായും അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇങ്ങനെ ധാരാളമായി പ്രവാചകന്മാരോട് പോലും ഇസ്തിഗ്ഫാർ നടത്താൻ പ്രത്യേകം കൽപ്പിക്കുകയും ചെയ്തു. ഒരു പാപവും ചെയ്യാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കുകയും നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം. വഇന്നി അതൂബു ഫിൽ യൗമ ഇലൈഹി മിഅത മർറ, നിശ്ചയം ഞാൻ
ദിനം പ്രതി 100 പ്രാവശ്യം പശ്ചാത്തപിക്കുന്നവനാകുന്നു. അപ്പോൾ ഒരു ദിവസം 100 പ്രാവശ്യമെങ്കിലും മിനിമം നമ്മൾ പശ്ചാത്തപിക്കണമെന്നർത്ഥം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നു, ഇന്നാ കുന്നാ നഅുദു ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മജ്ലിസിൽ വാഹിദ് 100 മറ. ഒരു സദസ്സിലിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞങ്ങൾ എണ്ണിയിരുന്നു. എന്താ എണ്ണിയിരുന്നത്? റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം എന്ന പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 100 പ്രാവശ്യം ചൊല്ലിയതായി ഞങ്ങൾ എണ്ണിയിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. തൻ്റെ ജീവിതത്തിൽ പ്രബോധന പ്രവർത്തനം അവസാനിപ്പിച്ച് ഒരു വിജയം വന്ന്, ഇനി വിജയം വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് സൂറത്തുൻ നസ്റിലൂടെ പ്രവാചകനോട് പറയുമ്പോൾ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ഇസ്തിഗ്ഫാർ നടത്താനും ഹംദ് ചൊല്ലാനും തസ്ബീഹ് ചൊല്ലാനുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. അല്ലാഹു തആല നമ്മോട് എന്ത് പറയുന്നു? യാ ഇബ്ന ആദം, ആദമിന്റെ മകനെ, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന മിൻക വലാ ഉബാലി യാ ഇബ്നു ആദം വലൗ ബലഗതു ദുനൂബുക അനാന സമാ സുമ്മസ്തഗ്ഫിർതനി ഗഫർതു ലക. ഒരാകാശം മുട്ട പാപമുണ്ടെങ്കിലും നിങ്ങൾ പാപമോചനം തേടിയാൽ നിങ്ങൾക്ക് പുറത്തു തരുമെന്നർത്ഥം. ഭൂമിയിൽ നിറയെ പാപമുണ്ടെങ്കിലും യാ ഇബ്ന ആദം ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖത്തായ തുമ്മ ലഖീതനി ലാ തുശ്രിക ബി ശൈഅ. എന്നെ പങ്കു ചേർക്കാതെ നിങ്ങൾ ഒരു ഭൂമി നിറയെ പാപം കൊണ്ട് എന്നെ കണ്ടുമുട്ടിയാലും നിങ്ങൾക്ക് ഞാൻ മഗ്ഫിറത്ത് തരുമെന്ന്. എത്ര പാപം ചെയ്താലും അല്ലാഹു തആലയോട് ഖേദിച്ചു മടങ്ങുകയും ആ പാപം പിന്നെ ചെയ്യാതിരിക്കുകയും നല്ല ഖേദത്തോടുകൂടി അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയും ചെയ്താൽ അള്ളാഹു തആല അത് പുറത്തു തരും. നമ്മൾ നമ്മിലേക്ക് തിരിച്ചു വരിക. നമ്മൾ പാപികളല്ല, ദോഷികളല്ലെന്ന് പഠിപ്പിക്കാൻ വേണ്ടി പിശാചാകുന്ന ശത്രു നമ്മുടെ മുന്നിലേക്ക് വരും. ഞാൻ ആ നന്മ ചെയ്യുന്നുണ്ട്, ഈ നന്മ ചെയ്യുന്നുണ്ട്, മറ്റേ നന്മ ചെയ്യുന്നുണ്ട്. കടം കൊടുക്കാനുള്ളവനെ പോലെയാണ് ചില സമയത്ത് പാപികളുടെ മനസ്സിൽ പിശാച് തോന്നിപ്പിക്കുക. കടം കൊടുക്കാനുള്ളവന് കുറച്ചേ കൊടുക്കാനുള്ളൂ, കൂടുതൽ കിട്ടാനുണ്ട് എന്ന ഒരു വിചാരമുണ്ടാക്കും. എന്നിട്ടെല്ലാവരും എഴുതി വെച്ച അവസാനം കൊടുക്കുന്ന നേരത്ത് കടം മേടിച്ചതിൻ്റെ 10% പോലും വരവുണ്ടായിരിക്കുകയില്ല. അതേപോലെ തന്നെ പാപങ്ങൾ നിസ്സാരമാക്കി ആ പാപങ്ങൾ നാവുകൊണ്ടും കൈകൊണ്ടും കണ്ണുകൊണ്ടും കാതുകൊണ്ടും ചെയ്ത് ഉള്ള നന്മകളെക്കാൾ അതിനേക്കാൾ അധികം തിന്മകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നാളെ നഷ്ടക്കച്ചവടത്തിലേക്കെത്തും. അതുകൊണ്ട് പാപഭാരങ്ങളെ ഒഴിവാക്കാൻ, നമ്മുടെ മനസ്സിലെ ആ പാപങ്ങളുടെ അസ്വസ്ഥതകളെ ഒഴിവാക്കാൻ അല്ലാഹുവിനോട് നമ്മൾ ബോധപൂർവം പാപമോചനം തേടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല അസ്തഗ്ഫിറുല്ലാഹൽ അദീം الذي لا إله إلا هو الحي القيوم وأتوب إليه غفر له إن كان قد فر من الزخف. ഒരാൾ യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടിയവനാണെങ്കിലും അവൻ ഇങ്ങനെ പറഞ്ഞാൽ അവന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന്. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നത് മഹാപാപങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. അത് ചെയ്തവനാണെങ്കിലും അവന് പുറത്തു കൊടുക്കും. അവൻ എങ്ങനെ പറഞ്ഞാൽ മതി? അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് പറഞ്ഞാൽ അവൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ മഹാപാപം ചെയ്തവനാണെങ്കിലും അവന്റെ പാപം അല്ലാഹു തആല പുറത്തു കൊടുക്കും. സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, യാ മഅ്ശറൻ നിസാ തസദ്ദഖ്ന വഅക്തിർന അൽ-ഇസ്തിഗ്ഫാറ ഫഇന്നി റഅയ്തുകുന്ന കസറു അഹ്ലിൻ-നാർ ഫഖാലത് ഇംറഅത്തുൻ മിൻകുന്ന ജസ്ലത്തും വമാലന യാ റസൂലുള്ളാഹ് അക്തറു അഹ്ലിൻ-നാർ ഖാല തക്തിർനൽ ലഅന വതക്ഫുർനൽ അശീറ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീ സമൂഹമേ, നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുക, പാപമോചന പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. കാരണം നിങ്ങളിൽ കൂടുതൽ പേരെയും നരകാവകാശികളായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഒരു സ്ത്രീ ചോദിച്ചു, പ്രവാചകരെ,
ഞങ്ങളിൽ കൂടുതൽ പേരും നരകാവകാശികളാകാൻ കാരണമാണ് എന്നെന്താണെന്ന് പറഞ്ഞു തന്നാലും അവിടുന്ന് പറഞ്ഞു, ശാപവാക്ക് കൂടുതലായി ഉച്ചരിക്കുന്നത് കൊണ്ടും ഭർത്താക്കന്മാരുടെ അവകാശങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ നിങ്ങൾ സ്ത്രീകളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നരകത്തിൽ കൂടുതൽ സീറ്റുകളുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നന്മ, അനുഗ്രഹം, ബർക്കത്ത് ലഭിക്കാൻ ഇസ്തിഗ്ഫാർ നടത്തിയാൽ മതി. വൈനസ്തഗ്ഫിറൂ റബ്ബക്കും ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുവിൻ, പിന്നെ അവനിലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുവിൻ. എന്നാൽ നിങ്ങളെ അവൻ നിർണയിക്കപ്പെട്ടവരാൽ അവധി വരെ നല്ല സുഖമായ അനുഭവം അനുഭവിപ്പിക്കുന്നതാണ്. അഥവാ നമുക്ക് ഈ ലോകത്ത് മത്താഴ് കിട്ടണോ, ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തിയാൽ മതി. من لزم الاستغفار جعل الله له من كل ضيق مخرجا. എന്ത് കുടുസതയിലാണ് ഒരാളുള്ളത്, അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇസ്തിഗ്ഫാർ നടത്തിയാൽ മതി. വമിൻ കുല്ലി ഹമ്മിൻ ഫർജ. എന്ത് അസ്വസ്ഥതയിലാണ് ഒരാൾക്കുള്ളത്, അയാൾ ആശ്വാസം ലഭിക്കണമെങ്കിൽ ഇസ്തിഗ്ഫാർ നടത്തിയാൽ മതി. മിൻ ഹൈതു ലാ യഹ്തസിബ്. കണക്കില്ലാതെ വാ റസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. കണക്കില്ലാതെ റിസ്ക് കിട്ടണോ, ഇസ്തിഗ്ഫാർ നടത്തിയാൽ മതി. വഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. നിങ്ങൾ എന്ത് ചെയ്യണം? റബ്ബിനോട് പാപമോചനം തേടുവീൻ, നിശ്ചയമായും അവൻ പൊറുക്കുന്നവനാണ്. അങ്ങനെ പാപമോചനം തേടിയാൽ ആകാശത്തുനിന്നും മഴ സമൃദ്ധമായി അയച്ചു കൊടുക്കും. അവന്റെ മക്കളും സമ്പത്തും നൽകും. വയജാലക്കും ജന്നാത്തും, അവന്റെ തോട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. വയജാലക്കും അൻഹാറാൻ, അരുവികളും ഉണ്ടാക്കി കൊടുക്കുമെന്ന് അല്ലാഹു സൂറത്തു നൂഹിലൂടെ നമ്മളോട് വാഗ്ദാനം ചെയ്യുകയാണ്. വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും ثم توبوا إليه يرسل السماء عليكم مدرارا ويزدكم قوة إلى قوتكم എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ ഹൂദ് സൂറത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. എൻ്റെ ജനങ്ങളെ, നിങ്ങൾ റബ്ബിനോട് പാപമോചനം തേടുകയും അവങ്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക. അവൻ നിങ്ങൾക്ക് ആകാശത്തെ മഴ സമൃദ്ധമായി അയച്ചു തരുന്നതാണ്. നിങ്ങളുടെ ശക്തിയിലേക്ക് കൂടുതൽ ശക്തി അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഖുർതുബി റഹ്മഹുല്ലാ ഉദ്ധരിക്കുന്ന ഹസൻ ബസ്രി റഹ്മഹുല്ലയുടെ ഒരു സംഭവം പറയുന്നുണ്ട്. ഓരോ കാര്യത്തിനു വേണ്ടി അന്വേഷിക്കുകയാണ് ഓരോരുത്തരും വന്നിട്ട്. ഹസൻ ബസ്രി റഹ്മഹുല്ലയോട് ഒരാൾ വന്ന് ആവലാതി പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ അല്ലാഹുവിൽ പാപമോചനം തേടുക. ദാരിദ്ര്യത്തെ കുറിച്ച് വേറെ ഒരാൾ പരാതി വന്ന് പറഞ്ഞപ്പോൾ നീ പാപമോചനം തേടണമെന്ന് പറഞ്ഞു. മൂന്നാമൻ വന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, ഞങ്ങൾക്കൊരു മകനെ വേണം, ഞങ്ങൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ നടത്തുക. അതേപോലെ ഓരോ കാര്യത്തിനും അങ്ങനെ ചോദിച്ച് എല്ലാറ്റിനും ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് ഇന്ന് മുഴുവൻ ഉത്തരവും ഇതേപോലെയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഹസൻ ബസ്രി റഹ്മഹുല്ലാ എന്ന ആയത്തോട് വിശദീകരിച്ചു എന്നാണ് പറയുന്നത്. ഇഹലോകത്തും പരലോകത്തും നിർഭയമായി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പാപത്തെ കഴുകിക്കളഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ സമൂഹത്തിലുള്ള ഇസ്സത്ത്, കുടുംബത്തിൽ മറ്റുള്ളവർ നമ്മളെ അനുസരിക്കണമെങ്കിൽ, നമ്മുടെ കച്ചവടത്തിൽ നമുക്ക് ബർക്കത്തുണ്ടാകണമെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും അനുഗ്രഹത്തിൻ്റെ മഴ വർഷിപ്പിക്കണമെങ്കിൽ
അനുഗ്രഹം ഒന്നാകെ ബറക്കത്ത് ലഭിക്കണമെങ്കിൽ നമ്മുടെ പാപങ്ങൾ കരിഞ്ഞു പോവുകയും അവിടെ പാപങ്ങളില്ലാത്ത അവസ്ഥ വന്നു ചേരുകയും ചെയ്യണമെന്ന് ഈ ഹദീസുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നും നമുക്ക് ലഭിക്കും. തുബാലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കതീറൻ, ധാരാളം അവന്റെ സ്വഹീഫിൽ അവന്റെ ഏടിൽ ധാരാളം ഇസ്തിഗ്ഫാർ കാണുന്നുണ്ടെങ്കിൽ അവന്റെ മംഗളമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ ധാരാളമായ ഹദീസ് ഇസ്തിഗ്ഫാറിനെ പ്രേരിപ്പിക്കുന്ന ധാരാളമായ ഹദീസുണ്ട്. ഇസ്തിഗ്ഫാർ ഏത് സമയത്തുമാകാം. തൗബ പാപം ചെയ്താൽ നിർബന്ധമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സൽക്കർമ്മങ്ങൾക്കും ആരാധനകൾക്കും ശേഷം ഇസ്തിഗ്ഫാർ നടത്തണം. നമസ്കാരത്തിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് 3 പ്രാവശ്യം പറയണം. അതേപോലെ ഹജ്ജ് കഴിഞ്ഞാൽ ഇസ്തിഗ്ഫാർ നടത്താൻ പറഞ്ഞിട്ടുണ്ട്. തുമ്മ അഫീദു മിൻ ഹൈതു അഫാദൻ നാസു വസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, മനുഷ്യന്മാർ ഒഴുകി പോകുന്നിടത്തേക്ക് നിങ്ങൾ ഒഴുകിപ്പോരുവിൻ, അല്ലാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടുകയും ചെയ്യുവിൻ, നിശ്ചയമായും അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്ന് ഹജ്ജിന്റെ അവസാനം ഇസ്തിഗ്ഫാറിനെ പറ്റി സൂചിപ്പിച്ചു. വളുവിന് ശേഷം സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന സദസ്സ് പിരിയുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതേപോലെ വളുവിന് ശേഷമുള്ള പ്രാർത്ഥനയിലും ഇസ്തിഗ്ഫാറിനെ കൊണ്ടുവന്നു. ഏറ്റവും ശ്രേഷ്ഠമായ സമയം അത് അസ്ഹാറിന്റെ അത്താഴത്തിന്റെ സമയമാണ് എന്ന് ഖുർആൻ പ്രത്യേകം പ്രഖ്യാപിച്ചു. എന്തായിരുന്നാലും നമ്മൾ പാപികളാണ്, ദോഷികളാണ്, ധാരാളം പാപഭാരങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നൊരു വിചാരമുണ്ടായി. അങ്ങനെ ഒരു വികാരമുണ്ടായി. ഇസ്തിഗ്ഫാറിനെ ഒരു പ്രൊജക്റ്റായി ഏറ്റെടുത്ത് ഇസ്തിഗ്ഫാർ നടത്തി. എവിടെയൊക്കെ ഇസ്തിഗ്ഫാർ നടത്താൻ പറ്റുമോ അവിടെയൊക്കെ ഇസ്തിഗ്ഫാർ നടത്തി മുന്നോട്ട് പോയാൽ ഫിദ്ദുനിയാ വൽ ആഖിറ നമുക്ക് നല്ല ഒരു ജീവിതം അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനം ചെയ്ത നല്ല ജീവിതത്തിലേക്ക് പ്രവേശിക്കാനും ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തുവാനുമുള്ള തൗഫീഖിനെ അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇസ്തിഗ്ഫാർ എങ്ങനെ നിർവഹിക്കണം അത് നമ്മൾക്ക് കൃത്യമായി അറിയണം. ഇസ്തിഗ്ഫാറിന്റെ രൂപങ്ങൾ വ്യത്യസ്തമായുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയാം, അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഇങ്ങനെ ധാരാളം രൂപത്തിൽ ഇസ്തിഗ്ഫാർ നടത്താൻ പറ്റും. രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ ധാരാളം ഇസ്തിഗ്ഫാറിനുള്ള പ്രാർത്ഥനകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കതീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം എന്ന പ്രാർത്ഥനയുണ്ട്. നമസ്കാരത്തിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കതീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഞാൻ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് അല്ലാഹുവേ നീ അല്ലാതെ പുറത്തു തരാനില്ല. നിന്റെ അടുത്താണ് മഗ്ഫിറത്തുള്ളത്, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണം. വർഹംനി, എനിക്ക് കരുണ ചെയ്യണം. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ പാപമോചനം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണ് എന്നുള്ള പ്രാർത്ഥന നമസ്കാരത്തിന്റെ അത്തഹിയാത്തിന്റെ സ്വലാത്തിന്റെ അവസാനത്തിൽ 4ാമത്തെ റക്അത്തിൽ ചെല്ലാൻ, അല്ലെങ്കിൽ അവസാനത്തെ റക്അത്തിൽ ചെല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് രാവിലെയും വൈകുന്നേരവും വേണമെങ്കിൽ 100 പ്രാവശ്യം നമുക്ക് ചെല്ലാം. റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ എന്ന് നാവിൽ നിന്ന് വിടാതെ ചെല്ലാൻ പറ്റുന്ന ഒരു ദിക്റാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്തിഗ്ഫാറിന്റെ ദിക്ർ ഏതാണ്? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ അബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ
രാവിലെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അയാൾ പകലിൽ മരിക്കുകയാണെങ്കിൽ അയാൾ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവനായി തീരും. ഇനി അസർ കഴിഞ്ഞിട്ട് നമുക്ക് അദ്കാറിന്റെ കൂടെ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ രാവിലെക്കുള്ളിൽ മരിക്കുകയാണെങ്കിൽ അവൻ അഹ്ലുൽ ജന്ന സ്വർഗക്കാരിൽ പെട്ടുപോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, നീയല്ലാതെ ആരാധ്യനില്ല, നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ചവൻ, ഞാൻ നിന്റെ അടിമയാണ്. നിന്റെ വാഗ്ദാനത്തിലും നിന്നോടുള്ള കരാറിലും പരമാവധി ഞാൻ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പാപങ്ങളെ തൊട്ട് നിന്നോട് ശരണം തേടുന്നു. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ചെയ്ത പാപങ്ങളെ ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് നീ പുറത്തു തരണം. നീയല്ലാതെ പുറത്തു തരുന്നവൻ മറ്റാരുമില്ല, പാപങ്ങളെ പുറത്തു തരുന്നവൻ മറ്റാരുമില്ല എന്ന് തുറന്ന് സമ്മതിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഈ പ്രാർത്ഥന ജീവിതത്തിലേക്ക് എടുത്തു വെച്ച് രാവിലെയും വൈകുന്നേരവും ചെല്ലാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആത്മാർത്ഥമായി ഈ പ്രാർത്ഥന ചൊല്ലിയാൽ നന്നു മരിച്ചാൽ നേരെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പാപമോചനം ഒരു ഗൗരവകരമായ വിഷയമാക്കിയെടുത്ത് പാപങ്ങളെ മുഴുവൻ കഴുകിക്കളഞ്ഞ് നല്ല അടങ്ങി ഒതുങ്ങിയുള്ള ഖൽബുൻ സലീമായ ആത്മാവോടുകൂടി നാളെ പരലോകത്തേക്ക് തിരിച്ചു പോകുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടധികം ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ആലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.